വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ ബിരിദല്ലാഹ് അമ്മാ ബഅദ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന സാഹിബ്, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ, സ്റ്റേജിലും സദസ്സിലും അണിനിരന്നിട്ടുള്ള നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഫെബ്രുവരി 17-ാം തീയതി പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് നമ്മളേവരുമുള്ളത്. ഈ സമ്മേളനത്തിൽ ആദ്യമായി നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലേക്ക് മോഡിയുടെയും അമിത് ഷായുടെയും വർഗീയ പുരണ്ട BJPയുടെ കടന്നുവരവിന് കളമൊരുങ്ങുമെന്ന് പ്രഖ്യാപിച്ച ഈ പാലക്കാടിൻ്റെ മണ്ണിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും കീഴ്വഴക്കങ്ങളും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുകയില്ല എന്ന് വർഗീയവാദികളുടെ അഗ്രഹാരങ്ങൾ പ്രകമ്പനം കൊള്ളിക്കുമാറ് ഉച്ചത്തിൽ പ്രഖ്യാപനം നടത്തിയ എൻ്റെ മുന്നിലിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേഡർമാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് നമ്മൾ പ്രധാനമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾക്കായി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമിച്ചു നിൽക്കണം എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഈ സംഭവ വികാസങ്ങൾ ഒന്നും മിണ്ടാതെ മൗനമായിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവിക്ക് അപകടമാണ് എന്ന് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും അവബോധം നൽകുന്നതിന് കൂടിയാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ മൗനം അവലംബിക്കുന്നത്, എന്തിനു നേരെയാണ് നമ്മൾ മൗനം അവലംബിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികന്മാർ സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് അച്ഛാദിൻ വരും എന്ന് പറഞ്ഞുകൊണ്ട്, നല്ല നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കുത്തക കമ്പനികളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് അവരുടെ കാശുകൊണ്ട് പ്രചാരണം നടത്തി ഇന്ത്യയിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിലേറിയ നരേന്ദ്രമോദി ഇന്ന് തന്നെ അധികാരത്തിലേറിയ കുത്തകകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യയുടെ മണ്ണും വെള്ളവും എല്ലാ വിഭവങ്ങളും ഓരോ ദിവസവും കുത്തകകൾക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. രാജ്യം മറ്റുള്ളവർക്ക് വേണ്ടി തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാജ്യസ്നേഹത്തിന്റെ വക്താക്കളായി ചമഞ്ഞിരുന്ന RSSഉം BJPയും നേരത്തെ കച്ചവട മേഖലയിലാണ് കോൺഗ്രസ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയിരുന്നത് എങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സ്വകാര്യതയിലേക്ക്, പ്രതിരോധ രംഗത്തേക്ക് കൂടി വിദേശ കുത്തകകളെ കടന്നുവരാൻ അനുവദിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ മുഴുവൻ അവകാശങ്ങളും മറ്റുള്ളവരുടെ മേൽ പണയം വെച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലകളും കുത്തകകൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ മരുന്നിന്റെ വില നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് അല്ല, മരുന്ന് കമ്പനിയാണ്. നേരത്തെ എണ്ണ വില നിശ്ചയിച്ചിരുന്നത് ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ അത് കോൺഗ്രസ് എണ്ണ കമ്പനികൾക്ക് കൊടുത്തതുപോലെ ഇപ്പോൾ മരുന്ന് കമ്പനികളുടെ വില നിശ്ചയിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത്
ഏറ്റവും വിലക്കുറവിൽ മരുന്ന് കിട്ടിയിരുന്ന ഇന്ത്യ രാജ്യത്ത് നിന്ന് ആവശ്യ മരുന്നുകളുടെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുത്തകകൾക്ക് വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ മോഡി പതുക്കെ പതുക്കെ ഞെരിഞ്ഞമർത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റ് ഒരു നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കുന്നില്ല, പകരം ഓർഡിനൻസിലൂടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം സാമ്രാജ്യത്വ ശക്തികളുടെ കാഴ്ചപ്പാട് രാജ്യത്തെ സമ്പത്ത് മുഴുവനും ഒരു ചെറിയ വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങി വരേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇന്ത്യ രാജ്യത്തെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിസത്തിന്റെ കാഴ്ചപ്പാടും. എല്ലാവരുടെ കയ്യിലും സ്വാതന്ത്ര്യമുണ്ടാവാൻ പാടില്ല, ആർക്കും അവകാശങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ആർക്കും സമ്പത്തുണ്ടാവാൻ പാടില്ല, തൊഴിലാളികളെ മനുഷ്യന്മാരായി പരിഗണിക്കാൻ പാടില്ല, അവർക്ക് അവകാശമുണ്ടാവരുത്, അവകാശ ബോധമുണ്ടാകരുത്. ഇതുതന്നെയാണ് മോഡി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി ഹനിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ മനുഷ്യരായി പരിഗണിക്കാത്ത ബ്രാഹ്മണിസം ആധുനിക കോർപ്പറേറ്റ് സ്വഭാവത്തോടുകൂടി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഇവിടെ ജിന്ന സാഹിബ് സൂചിപ്പിച്ചു, ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രധാന പണി എന്താ? നേരത്തെ പറഞ്ഞു, കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും നൽകുമെന്ന്. കള്ളപ്പണം തിരിച്ചു വന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരന്റെ പ്രാർത്ഥന, നമ്മുടെ പ്രധാനമന്ത്രിയെങ്കിലും ഒന്ന് ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ. നാടുതെണ്ടി നടക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കുത്തകകളോടൊപ്പം. പല രാജ്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യങ്ങളിൽ കുത്തകകളുടെ ദല്ലാളായി അധപ്പതിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറിച്ച് ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞത് ചായക്കടക്കാരനാണ്, സാധാരണക്കാരനാണ്. ചായക്കടക്കാരനായ സാധാരണക്കാരനായ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണങ്ങൾ നടത്തി. എന്നിട്ട് ചെയ്തതെന്താ? ആദ്യമായിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു കോട്ട് തയ്പ്പിച്ചു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ പത്രങ്ങളിലെ പരസ്യങ്ങളില്, അവരിറക്കിയിട്ടുള്ള പ്രചാരണ ബാനറുകളില് ഇന്ത്യയുടെ മതേതരത്വവും സോഷ്യലിസവും എഴുതാൻ മറന്നുപോയി, അതല്ലെങ്കിൽ കരുതിക്കൂട്ടി വിസ്മരിച്ചു. അതേ പ്രധാനമന്ത്രിയാണ് ലണ്ടനിൽ നിന്ന് നിർമ്മിച്ച സ്വന്തം കോട്ടിൽ 100 തവണ സ്വന്തം പേരെഴുതിയത്. മാത്രമാണോ, 20 കിലോമീറ്റർ ദൂരത്തേക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു സാധാരണക്കാരനായ പ്രധാനമന്ത്രി. ഏറ്റവും ചുരുങ്ങിയത് മോഡി മനസ്സിലാക്കേണ്ടത്, ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചായക്കടകളിൽ ആളുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേര് ചായക്കട നടത്തിയ മോഡിക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാന സംഭവ വികാസങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വിജയിക്കുകയുണ്ടായി. അവർക്ക് രാജ്യത്തെ ജനങ്ങളോട് വാഗ്ദാനം പാലിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഭരണത്തിന്റെ ഒരു തനി പകർപ്പ് അത് നേരിട്ട് അനുഭവിക്കുന്നവരാണ് ഡൽഹിയിലെ ജനങ്ങൾ. ഹരിയാനയിൽ ജയിച്ചാൽ അത് ഹരിയാനക്കാരുടെ വികാരമാണ്, ജാർഖണ്ഡിൽ ജയിച്ചാൽ അത് ജാർഖണ്ഡുകാരുടെ വികാരമാണ്. പക്ഷേ ഡൽഹിയിൽ ജയിക്കുന്നതും പരാജയപ്പെടുന്നതും അത് ഇന്ത്യൻ ജനതയുടെ ഒരു പകർപ്പാണ് എന്ന് നമുക്കറിയാം. കാരണം
ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിലൂടെ മോഡിക്ക് ശക്തമായ താക്കീത് നൽകി ഈ പറയുന്ന പൊള്ളത്തരങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇനിയും വിഡ്ഢികളാവാൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഡൽഹിയിലെ ജനങ്ങൾ മോഡിക്കും കൂട്ടർക്കും നൽകിയത്. എന്താ ഫലം? ഇന്ന് ഡൽഹി പോലീസ് ഒന്ന് കണ്ണടച്ചാൽ ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ BJPയുടെ MLA-മാർക്ക് നിയമസഭയിലേക്ക് എത്താൻ പറ്റും. 3 ആളെ വെച്ച് പോയാൽ മതി. അത്രമാത്രം നിലം പതിച്ച് വീടുപോയി BJP. എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഞങ്ങൾക്കറിയാം, ഒരു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം മോഡി പിൻവാങ്ങുന്നവനല്ല. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം ആ സ്വഭാവത്തിലുള്ളതുമല്ല, നമുക്കറിയാം. അതിനുവേണ്ടിയാണ് അവർ ജനങ്ങളെ വിഭജിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ സമ്പത്തുകൾ കൊള്ളയടിക്കാൻ വേണ്ടി കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജനവികാരം വരാതിരിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം BJPക്കെതിരെ തിരിയാതിരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ഈ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കുകയും വിഭജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു BJPയും RSSും ഇന്ത്യ രാജ്യത്ത്. അതിനുവേണ്ടി കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ഊഹാപോഹങ്ങളും കള്ളക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ അയൽവാസിയായ മുസ്ലിമിനെ വിദ്വേഷത്തോടുകൂടി നോക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, മനഃശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മോഡി അധികാരത്തിൽ വന്നിട്ട് ഈ രാജ്യത്ത് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോ അതിൽ ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമുണ്ടായിരുന്നില്ല. പക്ഷേ മോഡിയെ അധികാരത്തിലേറ്റാൻ ഒരു പരിധിവരെ കുറഞ്ഞ പക്ഷമെങ്കിലും ഞങ്ങൾക്ക് നല്ല കാലം വരും എന്ന് വിചാരിച്ച് സാധാരണ ഹിന്ദുക്കൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ മരുന്നിന് വില കൂടിയപ്പോൾ എല്ലാവർക്കും കൂടി. ക്യാൻസർ, അതേപോലെയുള്ള മാരക രോഗങ്ങൾ, ഇതൊന്നും ഏതെങ്കിലും മതം നോക്കി വരുന്ന രോഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ മരുന്നിന് വില കൂടുന്നു, എല്ലാവർക്കും ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുന്നു, എല്ലാവർക്കും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി കള്ളപ്രചാരണങ്ങൾ നടത്തുന്നു. എന്തൊക്കെ ആരോപണങ്ങളാ! ഒന്ന്, മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് വളർന്ന് വലുതായി ഒരു വലിയ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മളിതാ ന്യൂനപക്ഷമാവാൻ പോകുന്നു, നമ്മളെ ഇവിടുന്ന് തൂത്തെറിയാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചു. കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ, അക്ഷരാഭ്യാസമില്ലാത്ത ഗ്രാമങ്ങളിൽ പോയി സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. പറയുന്നത് എന്താ? ഹിന്ദുക്കൾ ഇതാ എണ്ണം കുറയുന്നു, മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു. എന്നിട്ട് സാക്ഷി മഹാരാജ് പറഞ്ഞു, ആയതുകൊണ്ട് എല്ലാ ഹിന്ദു സ്ത്രീകളും 10 കുട്ടികളെയെങ്കിലും പ്രസവിക്കണം. സാക്ഷി മഹാരാജ് പറഞ്ഞത് മാത്രമല്ല, ഒരു മെഡിക്കൽ ഡോക്ടറായ VHPയുടെ നേതാവും പറഞ്ഞു, ഒരുപാട് കുട്ടികളെ പ്രസവിക്കണം, അങ്ങനെ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ എണ്ണത്തിൽ കൂടുതലാവണമെന്ന്. ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി പറയട്ടെ, ഈ രാജ്യത്ത് ഹിന്ദുക്കൾ എണ്ണം കൂടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യമല്ല. നാളിതുവരെ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ തന്നെയാണ് ഭൂരിപക്ഷം, ഒരു കുഴപ്പവുമില്ല. കുഴപ്പമുണ്ടാക്കുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് അതിൽ യാതൊരു വിഷമവും ഞങ്ങൾക്കില്ല. പക്ഷേ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നില്ല. ഇനി കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നതിന്റെ ഉത്തരവാദി ആരാണ്? RSS പറയുന്നു, ഓരോ വീട്ടിലും RSSന് ഒരു പ്രചാരകുണ്ടാകണമെന്ന്. അതാണ് അത്രേ സങ്കല്പം. ഓരോ വീട്ടിലും RSSന് ഒരു പ്രചാരകുണ്ടാകണം. RSSന്റെ പ്രചാരകന്മാർക്കാണെങ്കിൽ കല്യാണം കഴിക്കാനായിട്ട് പറ്റൂല. കല്യാണം കഴിക്കാൻ പറ്റാത്ത എങ്ങനെയാ അത് നടക്കുക? അതുകൊണ്ട് ഞങ്ങൾക്ക് വിനയത്തിന്റെ ഭാഷയിൽ ഒരു കാര്യമേ പറയാനുള്ളൂ. ഹിന്ദുക്കളെ നന്നാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ
എല്ലാ RSSന്റെ നേതാക്കന്മാരും ഒരു കല്യാണം കഴിച്ച്, സാക്ഷി മഹാരാജ് പറയുന്നത് പോലെ കഴിയാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട, 1, 2, 3 കുട്ടികളെ ഉണ്ടാക്കിയാൽ തന്നെ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ എണ്ണം കൂടും. അതിന് മുസ്ലിം സമുദായത്തിന്റെ മേൽ കുതിര കയറരുത്. എന്ത് വൃത്തികെട്ട പ്രചാരണങ്ങളാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ചതാ ലവ് ജിഹാദ്. അന്ന് നമ്മുടെ നാട്ടിലെ മതേതര രാഷ്ട്രീയ നേതാക്കന്മാര് വരെ അതിന് ചൂട്ടുപിടിച്ചു കൊടുത്തു. ആ ലവ് ജിഹാദ് ഇന്ന് ഉത്തരേന്ത്യയിലേക്ക് കയറി. ഉത്തരേന്ത്യയിൽ വമ്പിച്ച കോലാഹലങ്ങൾ ലവ് ജിഹാദിനെതിരെ. ഇങ്ങനെ ചാടിപ്പോകുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ലൈൻ, അതിനുവേണ്ടി ഓഫീസുകൾ, ഇങ്ങനെ ഇരു സമുദായങ്ങൾക്കിടയിൽ വിഭജിക്കുന്നതിന് വേണ്ടി ആവശ്യമായ പലതരത്തിലുള്ള കുപ്രചാരണങ്ങൾ നടത്തുന്നു. ഒരു VHPയുടെ നേതാവ് പ്രസംഗിച്ചത് എന്താ? മുസ്ലിം ചെറുപ്പക്കാര് നല്ല വേഷം ധരിച്ച് നല്ല സുഗന്ധദ്രവ്യമൊക്കെ പൂശിയിട്ട് പോകുമ്പോൾ ഹിന്ദു പെൺകുട്ടികൾ പിന്നാലെ പോകുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പം ആരതാ? പോകുന്നവന്റെയാണോ കുഴപ്പം, അതോ സ്പ്രേ അടിച്ചു പോകുന്നവന്റെ? ആരുടെയാ കുഴപ്പം? ആരാണ് അങ്ങനെ പോയത് ഈ രാജ്യത്ത്? എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം പാരമ്പര്യമുള്ള ഈ രാജ്യത്ത് ഒട്ടനേകം കാലം ജീവിച്ചിട്ടുള്ള മാതാപിതാക്കളെയും പൂർവ ആളുകളെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തുന്ന ഇവര് സത്യത്തിൽ ഹിന്ദു മതത്തെയാണ് അവഹേളിക്കുന്നത്. എന്നിട്ട് ഭീകരമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ. കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദന്റെ പ്രസ്താവന പോലും ഇന്ന് ഉത്തരേന്ത്യയിലെ ഹിന്ദി പത്രങ്ങളിൽ അച്ചടിച്ചു വരുന്നു. ഇവിടുത്തെ പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഞങ്ങളല്ല, മറിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നാ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ വന്ന പരമ്പരകൾ അവിടെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു വരുന്നു. എന്നിട്ട് പറയുന്നു ഇതൊന്നും ഹിന്ദു പത്രങ്ങളിൽ വന്ന വാർത്തകളല്ല എന്ന്. അങ്ങനെ ഉത്തരേന്ത്യയിൽ ലവ് ജിഹാദിന്റെ പേരിൽ വമ്പിച്ച വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇപ്പോ ഏറ്റവും വലിയ കോലാഹലം ഗർവാപ്പസി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആഗ്രയിലെ, ഉത്തർപ്രദേശിലെ ആഗ്രയിലെ, മധ്യപ്രദേശിലെ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, മഹാരാഷ്ട്രയിലെ, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന വ്യാജേന നിർബന്ധ മതപരിവർത്തനം നടത്തുകയും അവർക്ക് ലക്ഷക്കണക്കിന് രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് മതത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏതു മതത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത്? ഏതു ജാതിയിലേക്കാണ് അവർ തിരിച്ചു വരേണ്ടത്? അതിന് കൃത്യമായ മറുപടിയില്ല. ഏതു ജാതിയിലേക്ക് തിരിച്ചു വരണം എന്നാലല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ. പക്ഷേ ഏതു ജാതി എന്ന് പറയുന്നില്ല. കള്ളപ്രചാരണങ്ങളിലൂടെ ഒരു കോലാഹലം ഇന്ത്യ രാജ്യത്തുണ്ടാക്കുന്നു. സത്യസന്ധമായ പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് വഴിയിലൂടെ പോകുന്നവരെ, അതല്ലെങ്കിൽ നിരാലംബരായി നടക്കുന്നവരെ, ഏതെങ്കിലും കോളനികളിൽ താമസിക്കുന്ന ദരിദ്രനാരായണന്മാരെ, അവരെ എല്ലാ ഗർവാപ്പസിയുടെ പേര് പറഞ്ഞുകൊണ്ട് പൂർവ്വമതത്തിലേക്ക് ക്ഷണിക്കേണ്ടിയിരുന്നത്. മറിച്ച് ഒരുപാട് കാലമായി ഒപ്പം നടക്കുന്ന ചില ആളുകളുണ്ട്. ഇന്ന് BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മുഖ്താർ അബ്ബാസ് നഖ്വിയ അദ്ദേഹത്തെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ ഗർവാപ്പസിയുടെ പ്രാധാന്യം? അതല്ലെങ്കിൽ നമ്മുടെ BJPയുടെ വക്താവുണ്ട്, ബീഹാറുകാരൻ സയ്യിദ് ഷാനവാസ് ഹുസൈൻ, അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഗർവാപ്പസിയുടെ കാര്യം? നജ്മ ഹെബത്തുള്ളക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഗർവാപ്പസിയുടെ കാര്യം?
ഒരു നേതാവ് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിച്ചുപോയി. BJPയുടെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, സിക്കന്ദർ ഭക്ത്. അദ്ദേഹത്തിന് ദഅവ കിട്ടാതെ മരിച്ചുപോയി. എന്തുകൊണ്ട് ഇവരുടെ അടുത്തേക്കൊന്നും ഈ പ്രചാരണവുമായി പോകുന്നില്ല? കാരണം വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഒരു കോലാഹലമുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതേതരക്കാരുമൊക്കെ ചാടിയിറങ്ങും. അങ്ങനെ വരുമ്പോൾ മതപരിവർത്തനത്തിനെതിരായി കർശനമായ നിയമം രാജ്യത്തുണ്ടാക്കുക. ആരെങ്കിലും സത്യം മനസ്സിലാക്കി തന്റെ പൂർവിക മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയാൽ അവനെയും അവനെ സഹായിച്ചവനെയും കരി നിയമങ്ങൾക്കുള്ളിലാക്കി ജയിലിലടക്കുക. അതിനാവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ കള്ളനാടകങ്ങൾ ഇന്ത്യ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനെതിരെ ജനങ്ങൾ ശബ്ദിക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ വികാരപരമായി പ്രസംഗിക്കുന്നു. നമ്മുടെ മതത്തിലേക്ക് ആളുകൾ വരുന്നത് തടയുന്നത് കണ്ടോ എന്ന് ചോദിച്ച്. അങ്ങനെ ജനങ്ങൾ ഭരിക്കുന്നതിനെ കുറിച്ചറിയാതെ, രാജ്യത്ത് നടക്കുന്നതിനെ കുറിച്ചറിയാതെ, അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം വർഗീയ പ്രചാരണങ്ങളിൽ കുടുക്കിക്കിടത്തുക, ഇത് മാത്രമാണ് RSSഉം BJPയും ഈ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, ഇന്ന് വർഗീയ കലാപങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. BJP അധികാരത്തിൽ വന്നതിന് ശേഷം 600-ലേറെ വർഗീയ കലാപങ്ങൾ, UPയിൽ മാത്രം 600 വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ കലാപത്തിന്റെ ഒരു പ്രത്യേകത, നേരത്തെ ബോംബെയിൽ ഉണ്ടായതുപോലെ ഗുജറാത്തിൽ ഉണ്ടായതുപോലെ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിയാതിരിക്കുക, മറിച്ച് ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടാക്കുക. ആ ചെറിയ ചെറിയ കലാപങ്ങൾ രാജ്യവ്യാപകമായി നടത്തുക. എന്നാൽ ഒരു ഗുജറാത്തിനേക്കാൾ ഫലം ചെയ്യും 100 ചെറിയ കലാപങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയാൽ. പത്രങ്ങളിൽ വലിയ കവറേജ് കിട്ടുകയില്ല, രാജ്യത്തെ മതേതര നേതാക്കന്മാർ ഞെട്ടുകയില്ല, ആരും അതിനെക്കുറിച്ച് പ്രമേയം പാസാക്കുകയില്ല. മുസ്ലിം നേതാക്കന്മാര് അറിഞ്ഞു പോയിട്ടില്ല എന്ന കാരണത്താൽ ആശ്വസിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഇലക്ഷന്റെ തൊട്ടു മുമ്പായി നടന്ന മുസഫർ നഗർ കലാപം തൊട്ട് ഈ അടുത്ത ദിവസമുണ്ടായ ബീഹാറിലെ മുസഫർപൂരിലെ വർഗീയ കലാപം വരെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാ. സമ്പത്ത് കൊള്ളയടിക്കുക, ആളുകളെ ജീവനോട് കൂടി ചുട്ടുകൊല്ലുക, ഭയപ്പെടുത്തുക, എല്ലായിടത്തും പോലീസ് ഒരേ നിലപാട് സ്വീകരിക്കുക, അക്രമികളോടൊപ്പം നിൽക്കുക, പരാതി പറയാൻ ചെയ്യുന്നവനെ ഭീഷണിപ്പെടുത്തുക. ഇത് ഒരു സംസ്ഥാനത്തെ പ്രശ്നമല്ല. ഇന്ത്യയിൽ നടന്ന എല്ലാ വർഗീയ കലാപങ്ങളിലും ഒരേ സ്വഭാവത്തിലുള്ള നിലപാടുകൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. BJP ഓരോ കാര്യങ്ങളും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നും ഇത് അബദ്ധം ചെയ്യുകയാണെന്ന്. ടെസ്റ്റ് ചെയ്യുകയാ. ഓരോന്നും ക്രമപ്രവൃത്തമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിലേറിയ ഉടനെ തന്നെ ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയെ സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും കത്തി നശിക്കുന്നു. ഔദ്യോഗികമായ മുഴുവൻ രേഖകളും കത്തി നശിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ രാജ്യത്തെ ചില ആളുകൾ, RSSഉം BJPയും ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന BJP ഭരിക്കാത്ത കാലഘട്ടത്തിൽ പേരെ കേൾക്കാത്ത, നമ്മൾ ഒരിക്കലും കേൾക്കാത്ത ചില നേതാക്കന്മാരുടെ പേരുപയോഗിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ പേരിൽ ഗോഡ്സെക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു. അവര് പറയുന്നു ഗോഡ്സെക്ക് സ്മാരകമുണ്ടാക്കണം. അവര് പറയുന്നു നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ഫോട്ടോ നീക്കം ചെയ്യണം. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാർക്കും ഗാന്ധിജിയെ ഓർമ്മ വരുന്നത് തന്നെ അഴിമതിയുടെ പണം കയ്യിൽ കിട്ടുമ്പോൾ ഗാന്ധിയുടെ മുഖം കാണുമ്പോഴാണ്. അതുകൂടി നീക്കം ചെയ്യണം. ഇതൊക്കെ പറയുന്നത് ഒരു പരീക്ഷണമാണ്, ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാൻ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമായി മാറുന്നില്ല.
മോഡിയെ വിമർശിക്കുന്നവന് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു. അതും നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനത്തിലെ ഒരു മാസികയുടെ മാസികയിൽ മോഡിയെ വിമർശിക്കുന്ന ഒരു ലേഖനം വന്നു എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇതിനു മുമ്പ് ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ജനങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ മോഡിയെ വിമർശിക്കുന്നവന് ജയിലിൽ പോകേണ്ടി വരുന്നു. ഇത് നടക്കുമ്പോൾ തന്നെയാണ് ഗാന്ധിജിയെ കള്ളനായി ചിത്രീകരിക്കുന്ന, ഗാന്ധിയുടെ ഘാതകനെ വീരനായി പ്രഖ്യാപിക്കുന്ന ആളുകൾ ഒരു പെറ്റി കേസ് പോലുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് വിലസി നടക്കുന്നു. ഇത് നമ്മൾ ചേർത്തി വായിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഗാന്ധിജിയുടെ യുഗം അവസാനിക്കുകയും ഗോഡ്സെയുടെ യുഗം തുടങ്ങാൻ ശ്രമിക്കുകയുമാണ് മോഡിയും BJPയും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, പഴക്കമുണ്ട്. ഈ വർഷങ്ങളുടെ പാരമ്പര്യവും പഴക്കവും നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു കിരാത വാഴ്ചയുമായി ഒരു ഭരണകർത്താവ് വരുമ്പോ ആ ഭരണകർത്താവിനോട് ഒതുങ്ങിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ കീഴടങ്ങി നിൽക്കുകയോ ചെയ്യുന്നത് ഒരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസിയുടെ സ്വഭാവമല്ല. സത്യങ്ങൾ വിളിച്ചു പറയണം, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം, അനീതിക്കെതിരെ ശബ്ദിക്കണം. അപ്പോൾ മാത്രമേ ഈ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങൾ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കീഴടങ്ങി കൊടുക്കുന്നത് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ല. കാരണം അവരോരോരുത്തരെയും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ളവരാ. അവർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊള്ളയടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാ. അവർ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അടിമകളാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കീഴടങ്ങി കൊടുത്താൽ പാവം എന്ന് വിചാരിച്ച് നിങ്ങളെ വെറുതെ വിടുകയില്ല. അതല്ലെങ്കിൽ ഒത്തുതീർപ്പിന് പോയാൽ അവസരം കിട്ടുമ്പോൾ അവർ നിങ്ങളെ തിരിഞ്ഞുകൊത്തും. ഇത് ചരിത്രം പാഠമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അവബോധം ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, എല്ലാം കണ്ടുകൊണ്ട് മൗനം അവലംബിച്ച് അതല്ലെങ്കിൽ ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന് പറയുന്ന നേതാക്കന്മാരെ പേറി നടന്നാൽ ഈ സമുദായത്തിന് ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ സാധിക്കുകയില്ല. അതാണിന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലര് പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, കലാപം നടന്നോ അറിയില്ല, മുസ്ലിങ്ങൾക്ക് നേരെ കലാപം നടന്നോ അറിയില്ല, ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം അറിയില്ല, നരേന്ദ്രമോദി കേട്ടിട്ടുണ്ട്. ഈ രീതിയിൽ പ്രചാരണം നടത്തിയാൽ ഈ സമുദായം രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ഈ രാജ്യത്തെ മതേതര കക്ഷികൾ മൗനം വെടിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നില്ലെങ്കിൽ പല മതേതര കക്ഷികളുടെയും അവസ്ഥ ഇന്ന് നമുക്കറിയാം. കാരണം അവരുയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിനോടൊരൽപ്പം പോലും ആദരവ് കാണിച്ചില്ല. കോൺഗ്രസ് നമുക്കറിയാം, കോൺഗ്രസ് ഒരിക്കലും മതേതരത്വം ഉയർത്തിപ്പിടിക്കാനല്ല ശ്രമിച്ചിരുന്നത്. മറിച്ച് മതേതരത്വത്തിന് ഭീഷണിയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ട് മതേതര വിശ്വാസികളുടെ രക്ഷ, അതല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ മതേതര വിശ്വാസികൾ എറിഞ്ഞുകൊടുക്കുന്ന വോട്ടിൽ മാത്രം അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കോൺഗ്രസ്. ഫലമെന്താ? ഇന്ന് പലയിടത്തും കോൺഗ്രസിനെ കാണാനില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു പാൽപ്പൊടിയുടെ പരസ്യം പോലെയായി കോൺഗ്രസ് ഇന്ന് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അത്തരം ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ വർഗീയ ഫാഷിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ്? മറ്റു മതേതര രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടെന്താണ്? കൃത്യമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പോലും ആക്രമണങ്ങളെ നേരിടാൻ അവർ തയ്യാറാകുന്നില്ല. രാജ്യത്തെ ജനങ്ങളെ വർഗീയ ധ്രുവീകരണത്തിലൂടെ, കള്ളപ്രചാരണങ്ങളിലൂടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മേലെ ഇവിടുത്തെ വർഗീയവാദികൾ അഴിഞ്ഞാടുമ്പോ അരുത് എന്ന് പറയാൻ ഇവിടുത്തെ ഒരു മതേതര കക്ഷിയെയും കാണുന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞെട്ടുകയോ
അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയോ ചെയ്യുന്ന പണി മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു മതേതര കക്ഷികളുടെ പ്രവർത്തനം. ഇത് അപകടകരമായ മൗനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഗർവാപ്പസി നടന്നപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താ? പരാതി കിട്ടിയിട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും കേസെടുത്തു, പക്ഷേ കേരളത്തിൽ കേസെടുത്തിട്ടില്ല. കാരണം പരാതി കിട്ടിയിട്ടില്ല. ഇത് ഒരു ഗർവാപ്പസിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുമേൽ ഇവിടുത്തെ വർഗീയവാദികൾ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ, ഇവിടുത്തെ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ, ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നിടത്ത് എല്ലായ്പ്പോഴും മതേതര രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ. നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത് തൂണേരിയില് ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ മറവിൽ അവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി. തൂണേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 10-70 വീടുകൾ പരിപൂർണമായി നശിപ്പിച്ചു. അവരുടെ സമ്പത്തുകൾ കൊള്ളയടിച്ചു. അവരെ സർവസ്വവും നഷ്ടപ്പെട്ടു. എന്നിട്ടോ എന്ത് സംവിധാനമാണ് ഈ രാജ്യത്തെ ഗവൺമെന്റുകൾ ഇവിടെ നടപ്പിലാക്കിയത്? മറ്റു പല കാര്യങ്ങളിലും കൃത്യമായി ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ഭരണകൂടം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നിഷ്ക്രിയമായി പോകുന്നത്? ഇന്ന് പോലും ഇപ്പൊ നമ്മുടെ പ്രകടനം നടക്കുമ്പോൾ ഞാൻ കണ്ടു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാര് വളരെ ശുഷ്കാന്തിയോടുകൂടി ഫോട്ടോ പിടിക്കുന്നു. ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. മേലാധികാരികളുടെ നിർദ്ദേശം കിട്ടിയാൽ അവർ ഫോട്ടോ എടുക്കും. ഞാൻ അതിന് കുറ്റം പറയുന്നു. നമ്മുടെ നാട്ടിൽ വളരെ പരസ്യമായി സമാധാനപരമായി ഒരു പ്രകടനം നടക്കുമ്പോൾ പോലും ഫോട്ടോ എടുക്കണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് താഴെ ഒരു ദിവസം പൂർണ്ണമായും ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും കൊള്ളയടിച്ചുകൊണ്ട് വളരെ കൃത്യമായി ആദ്യം വീടുകളിലേക്ക് കല്ലെറിയുന്നു, രണ്ടാമത് കൊള്ളയടിക്കുന്നു, മൂന്നാമത്തെ ഗ്രൂപ്പ് വന്ന് ആ പ്രദേശത്തുള്ള വീടുകൾ മുഴുവനും നശിപ്പിക്കുന്നു. ഇങ്ങനെ കൃത്യമായി പരിപാടികൾ, ആക്രമണങ്ങൾ നടത്തിയപ്പോ ക്യാമറയുമായിട്ട് വേണ്ട സ്വന്തം മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും തൂണേരിയിൽ കണ്ടില്ല എന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതാണ് ഞങ്ങൾക്കൊരു സംശയമുള്ളത്. എന്താണിതിങ്ങനെ? നാട്ടിൽ സാധാരണ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ചാടിയിറങ്ങുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രദേശം മുഴുവൻ കത്തിച്ചാമ്പലാകുമ്പോ ഉത്തരവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസുകളിൽ നിങ്ങൾ വിശ്രമിക്കുന്നു? എന്നിട്ടോ പോലീസ് എത്തുന്നില്ല. അവസാനം പോലീസ് എത്തിയപ്പോൾ കേരളം ഭരിക്കുന്ന മന്ത്രിമാർക്ക് വരാൻ സൗകര്യമില്ല. പ്രതിഷേധമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി വടകര വരെ വരുന്നു. പിന്നെയും പ്രതിഷേധമുണ്ടായപ്പോൾ സ്ഥലത്തേക്ക് ചെല്ലുന്നു. സ്ഥലത്തേക്ക് ചെന്ന് മുഖ്യമന്ത്രി പരാതി കേൾക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ തടുക്കുന്നു. തടുത്തിട്ട് പ്രദേശത്തെ മുസ്ലിം ലീഗുകാർ പറയുന്നു, വല്ലാതെ വർത്താനം പറഞ്ഞാൽ കേസിൽ കൊടുക്കും. നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടായ സംഭവങ്ങൾ, നിങ്ങൾ നേരിട്ട ഭയാനകതകൾ അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങൾ കേസിൽ കുടുങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് പെൺവാണിഭം നടത്തി പെൺകുട്ടികളെ റെയിൽ ട്രാക്കിൽ എറിഞ്ഞാൽ ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ, ഇവിടുത്തെ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് പാവപ്പെട്ടവൻ അവന്റെ വിഷമം പറഞ്ഞതിന് പോലീസ് പിടിച്ചാൽ അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഈ സമുദായത്തിനൊരു ബാധ്യതയായി നിങ്ങൾ എന്തിനു നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് ദ്വാരക്ക പോയിട്ട് ദ്വാരക്കാൻ അധികാരത്തിന്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല, സർവ്വതും നഷ്ടപ്പെട്ടവർ, ഉടുത്ത ഡ്രസ്സ് മാറ്റിയെടുക്കാൻ വകയില്ലാത്തവർ,
എല്ലാം നഷ്ടപ്പെട്ട അവർ മനസ്സ് പൊട്ടിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ച ആ ഉത്തരം ഏതായാലും ഈ ആത്മീയ നേതാവ് ദ്വയർന്നാൽ കിട്ടൂലല്ലോ. അല്ല, ഇനി ശേഷം ആലിമീങ്ങൾ വരുന്നുണ്ട്, അവർ പറഞ്ഞു തരും. എല്ലാം നഷ്ടപ്പെട്ടവര് അവര് പടച്ചോനെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഉത്തരം ഇവര് പോയി ദ്വയർന്നാൽ കിട്ടുമോ? ദ്വയർക്കാനാണ് ഒരു പാർട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ മൗനം വെടിയണം എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്താ പനിപ്പത്ര പറയാനുള്ളത്? പറയാൻ ഒരുപാടുണ്ട്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ ഒരുപാട് പറയാനുണ്ട്. അത് പറയാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടില്ലെങ്കിൽ, അത് പറയാൻ നമ്മൾ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഈ രാജ്യത്തെ സോഷ്യലിസവും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും തകർത്തെറിയാൻ ശത്രുക്കൾ നമ്മുടെ ചുറ്റുവട്ടവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, എന്നും വർഗീയ ഫാഷിസ്റ്റുകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇത്തരം വളരെ സാന്ദർഭികമായി ഒരു ശക്തമായ പ്രമേയവുമായി രംഗത്ത് വന്ന പോപ്പുലർ ഫ്രണ്ട് ഈ മൗനം വെടിഞ്ഞുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങൾക്കായി ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വർഗീയ ഫാഷിസ്റ്റുകൾക്കെതിരെ ജനകീയ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ തയ്യാറായ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം ഈ രാജ്യത്തെ എല്ലാ നല്ലവരായ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം വീണ്ടെടുക്കാൻ തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.